പ്രിയമുള്ളവരെ, ഈ വീഡിയോയ്ക്ക് അല്പം നീളം കൂടി പോയാൽ ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇത്രയുമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മരിച്ചുപോയ ആ പാവം സിദ്ധാർത്ഥൻ്റെ ആത്മാവ് നമ്മളോടൊന്നും ക്ഷമിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാനും പരമാവധി ഷെയർ ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ നമുക്കറിയില്ല. പക്ഷേ മരിക്കുന്നതിന് മുൻപ് സിദ്ധാർത്ഥൻ കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിച്ചതായി അറിയുവാൻ കഴിയുന്നുണ്ട്. കലാലയ രാഷ്ട്രീയത്തിൻ്റെ അവസാനത്തെ ഇരയാണ് സിദ്ധാർത്ഥൻ. ഇല്ല, അവസാനത്തെ ഇര എന്ന് പറഞ്ഞുകൂടാ. അഭിമന്യുവിനെ ഓർമ്മിക്കുന്നില്ലേ? മൂന്നാറിലെ വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നും ഒട്ടേറെ പ്രതീക്ഷകളുമായി ആ അച്ഛനും അമ്മയും പഠിക്കാൻ കോളേജിലേക്ക് അയച്ച മകൻ തിരിച്ചു വന്നില്ല. എന്തായിരിക്കും ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ? അത് തന്നെയല്ലേ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളുടെയും? എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ആ കുടുംബത്തിൻ്റെ? എല്ലാ പ്രതീക്ഷകളും ഒറ്റ നിമിഷം കൊണ്ട് അവർ തല്ലി തകർത്തില്ലേ? ആരാണ് അത് ചെയ്തത്? CPM-ൻ്റെ വിദ്യാർത്ഥി സംഘടനയായ SFI-ക്കാരാണ് അത് ചെയ്തത്. സിദ്ധാർത്ഥനെ 3 ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട് പരസ്യ വിചാരണ ചെയ്ത് SFI ജഡ്ജിമാരുടെ വക ഷട്ടിൽ കോർട്ട് വിചാരണ നടത്തി 3 ബെൽറ്റ് പൊട്ടുന്ന വിധത്തിൽ അടിച്ചും ഇടിച്ചും തൊഴിച്ചും ദേഹോപദ്രവം ഏൽപ്പിച്ചും സിദ്ധാർത്ഥൻ്റെ ജീവൻ എടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. സിദ്ധാർത്ഥൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പറഞ്ഞത് ആ പയ്യൻ്റെ വയറ്റിൽ ഭക്ഷണമേ ഇല്ലായിരുന്നു എന്നാണ്. 3 ദിവസമെങ്കിലും ആയി കാണും ഭക്ഷണം കഴിച്ചിട്ട്. ഒടുക്കം എന്ത് സംഭവിച്ചു? സിദ്ധാർത്ഥൻ ജീവൻ ഒടുക്കി. അതോ ജീവൻ ഇവരെല്ലാവരും കൂടി എടുത്തോ? അന്വേഷണത്തിലെല്ലാം കണ്ടെത്തുമായിരിക്കും. ഒരുപക്ഷെ ഒന്നും കണ്ടെത്തി എന്നും വരില്ല. സിദ്ധാർത്ഥൻ്റെ മരണവും വെറും ഒരു ആത്മഹത്യയായി മാറ്റിയേക്കും. റാഗിങ് സഹിക്കവയ്യാതെ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു. ഇത് റാഗിങ് ആണോ? ഒരു പറ്റം ആൾക്കാർ ഒരാളെ തന്നെ റാഗ് ചെയ്യുമോ? ഇത് റാഗിങ് ഒന്നുമല്ല. റാഗിങ് എന്ന് പറയുന്നത് തന്നെ ശിക്ഷ കുറയ്ക്കുവാനുള്ള ഗൂഢാലോചനയാണ്. ഇത് ആൾക്കൂട്ടക്കൊലയാണ്. ഇതിലും വലിയ ക്രൂരത കേരളം കണ്ടിട്ടുണ്ട്. പരുമലയിൽ DB കോളേജിലെ 3 വിദ്യാർത്ഥികളെ അടിച്ചും എറിഞ്ഞും വീഴിച്ച് പമ്പയാറ്റിൽ ചാടിച്ച് മുക്കിക്കൊന്ന ഒരു സംഭവം കേരളം കണ്ടിട്ടുണ്ട്. അതിലും വലിയ ക്രൂരത അതിനു മുൻപും പിൻപും ഉണ്ടായതായി അറിയില്ല. 1996-ലാണ് ഈ സംഭവം നടക്കുന്നത്. EK നായനാരായിരുന്നു അന്ന് മുഖ്യമന്ത്രി. അന്ന് ആ കുട്ടികളെ ആക്രമിച്ച് പമ്പയാറ്റിൽ ചാടിച്ചത് SFI-യിലും DYFI-യിലും CITU-വിലും ഉൾപ്പെട്ട കുറച്ച് അക്രമകാരികളായിരുന്നു. അന്ന് രക്ഷപ്പെടാൻ ആറ്റിൽ ചാടിയ 9 പേരിൽ രക്ഷപ്പെട്ടവർ നാട്ടുകാർ രക്ഷിച്ചതുകൊണ്ട് അവർ ഇന്നും ജീവിച്ചിരിക്കുന്നു. കുളിക്കടവിൽ അലക്കിക്കൊണ്ടു നിന്ന സ്ത്രീകൾ സാരിയും മറ്റും എറിഞ്ഞുകൊടുത്ത് അവരെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ആ സ്ത്രീകളെപ്പോലും കല്ലെറിഞ്ഞ് ഓടിച്ച ക്രൂരതയായിരുന്നു അന്ന് പരുമലയിൽ അരങ്ങേറിയത്. എന്നിട്ടെന്തായി? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുട്ടികൾ മദ്യപിച്ചിരുന്നു എന്നും റിപ്പോർട്ടുണ്ടാക്കി അന്നത്തെ പ്രതികളെയെല്ലാം ഭരണപക്ഷം രക്ഷപ്പെടുത്തിയെടുത്തു. ഇങ്ങനെ ഷട്ടിൽ കോർട്ട് വിചാരണ നടത്താൻ ഇവർക്ക് ആരാണ് അനുവാദം കൊടുത്തത്? എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ മാത്രം ഇത്തരം ക്രൂരതകൾ കൂടുതലായി കേരളത്തിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവരാരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അന്ന് ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാ ഡിബേറ്റുകളിലും ഞങ്ങളുടെ എതിർപക്ഷത്തെ ഡിബേറ്റ് ചെയ്ത് തോൽപ്പിക്കുമായിരുന്നു എന്ന്, അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിലും ഞാനായിരുന്നു ഒന്നാമൻ, എനിക്ക് SSLC-ക്ക് റാങ്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ഏതെങ്കിലും ഒരു നേതാവ് നമ്മുടെ നാട്ടിൽ അണികളോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പകരം എന്താണ് യുവാക്കളെ പ്രചോദിപ്പിക്കുവാൻ ഇവരൊക്കെ പറയുന്നത്? വടിവാളിൻ്റെയും തോക്കിൻ്റെയും ഇടയിലൂടെ ആരെയും കൂസാതെ നടന്നിട്ടുണ്ട്, ഒരു പ്രത്യേക ആക്ഷൻ നടത്തി ഞാൻ എതിരാളികളെ തറപറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ബ്രണ്ണന്മാർ ഭരിക്കുന്നിടത്ത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഈ SFI DYFI പിള്ളേർക്കൊക്കെ മാതൃകയാകേണ്ടവർ 51 വെട്ടുവെട്ടി എതിരാളികളെ നിശബ്ദരാക്കുന്നവരാണ് എന്നത് തന്നെ ഈ പിള്ളേർക്കൊക്കെ ഒരു പ്രചോദനമല്ലേ? ആശയം കൊണ്ട് നേരിടാൻ അറിയാത്തവരാണ് ആക്രമണത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നത് എന്ന് ഓർക്കണം. ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ SFI-ക്കാരെ വിളിച്ചത് ബ്ലഡി ക്രിമിനൽസ് എന്നായിരുന്നു. എന്തായാലും അതിപ്പോൾ യാഥാർത്ഥ്യമായി. SFI-യുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരെല്ലാം നമ്മുടെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തിനും അനുകരണീയമായ മാതൃക കൂടിയാണ് എന്ന് പറയാതെ വയ്യ. ഇവരുടെ സെക്രട്ടറിക്ക് മാത്രം സ്വന്തമായി 40-ലേറെ കേസുകളുണ്ട് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. SFI-ക്ക് ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അവരുടെ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി ആരും SFI-യെ സംശയിക്കല്ലേ. എന്നാൽ പ്രതികളെയും കൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ചെന്നത് ഒരു മുൻ ഭരണകക്ഷി MLA ശശീന്ദ്രനാണ്, ശ്രീ K ശശീന്ദ്രൻ.
അതിൽ തന്നെ പ്രതികളെ തുടക്കത്തിലേ രക്ഷിച്ചെടുക്കുവാനുള്ള ഭരണകക്ഷിയുടെ ആവേശം പ്രകടമാണ്. എന്നിട്ടും SFIക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, കൊലപാതകം എന്നാക്കി മാറ്റണം SFIയുടെ മുദ്രാവാക്യം. പലരും ഇതിനെ മൃഗീയമെന്ന് വിശേഷിപ്പിക്കുന്നത് കണ്ടു. അത് മൃഗങ്ങൾക്ക് പോലും നാണക്കേടാണ്. മൃഗങ്ങൾ പോലും ഇമാതിരി ക്രൂരതകൾ സഹജീവികളോട് ചെയ്യില്ല. ഇവരൊക്കെയാണ് നാളെ മൃഗഡോക്ടർമാരായി പുറത്തു വരാൻ പോകുന്നത്. സഹജീവികളോട് പോലും സ്നേഹമില്ലാത്ത ഇവർ മൃഗങ്ങളെ സ്നേഹിക്കുമെന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? ആ മൃഗങ്ങളെ ഓർത്ത് നമുക്ക് സഹതപിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം കലാലയങ്ങളിൽ രാഷ്ട്രീയം ആവശ്യമുണ്ടോ എന്നതാണ്. കലാലയ രാഷ്ട്രീയം നിരോധിക്കേണ്ടതുണ്ടോ? ഇനിയും നമ്മുടെ കലാക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചോര വീഴ്ത്തേണ്ടതുണ്ടോ? നമ്മുടെ സമൂഹം കൂലംകഷമായി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. കുട്ടികളെ സ്കൂളിലേക്കും കോളേജിലേക്കും പഠിക്കാനല്ലേ നമ്മൾ അയക്കുന്നത്? അവിടെ രാഷ്ട്രീയം കളിച്ച് ജീവിതം തുലയ്ക്കാനാണോ? അങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നവരിൽ എത്ര പേര് പിന്നീട് നേതാക്കളായി നമ്മുടെ ഭരണചക്രം തിരിക്കുവാൻ പ്രാപ്തരായിട്ടുണ്ട്? വളരെ കുറച്ചു പേർ മാത്രം. വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ആകുന്നുള്ളൂ. മറ്റുള്ളവർ കലാലയ രാഷ്ട്രീയം കളിച്ച് ഒരിടത്തും എത്താതെ അഗണ്യ കോടിയിലേക്ക് തള്ളപ്പെടുന്നു. ഇടയ്ക്ക് ഗവർണറെ തടഞ്ഞതുപോലെയുള്ള കലാപരിപാടികൾ നടത്തി ജാമ്യം കിട്ടാത്ത കേസുമായി ഒരു ജോലി പോലും കിട്ടാത്ത സാഹചര്യമുണ്ടാക്കി ചിലരൊക്കെ കഴിയേണ്ടുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ഇതൊക്കെ കൊണ്ട് ഫലത്തിൽ ആർക്കാണ് ഗുണം ലഭിക്കുന്നത്? ആരാണ് ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ? ഇത് തിരിച്ചറിയാത്ത ഈയാമ്പാറ്റകളെ പോലെ ഇപ്പോഴും ഈ കെണിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ വീഴുന്നു. കലാലയ രാഷ്ട്രീയത്തെ പിന്താങ്ങുന്നവർ എപ്പോഴും പറയാറുണ്ട്, ഇതെല്ലാം ട്രെയിനിങ് ഗ്രൗണ്ട് ഫോർ ഫ്യൂച്ചർ ലീഡേഴ്സ് ആണ്. ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ സംവാദങ്ങളിൽ ഏർപ്പെടുവാനും നേതൃത്വ പാഠവും ഉണ്ടാക്കിയെടുക്കുവാനും കലാലയ രാഷ്ട്രീയം സഹായിക്കുമത്രേ. ജനാധിപത്യ പ്രക്രിയയുടെ ബാലപാഠങ്ങൾ അവിടെ നിന്നും ഉൾക്കൊള്ളുവാൻ അവർക്കാകുമത്രേ. അങ്ങനെ ഭാവിയുടെ വാഗ്ദാനങ്ങളെ കലാലയങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്തുവാൻ നമുക്കാകും. ഭാവിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പരിശീലന കളരിയാകും കലാലയ രാഷ്ട്രീയ വേദി. ഇതെല്ലാം ശരിയാണ്. പക്ഷെ അങ്ങനെയാണോ സംഭവിക്കുന്നത്? തല്ലാനും കൊല്ലാനുമുള്ള പരിശീലനം കിട്ടുമെന്നല്ലാതെ എന്ത് നേതൃത്വ പരിശീലനമാണ് അവിടെ നടക്കുന്നത്? ജനാധിപത്യ പ്രക്രിയയുടെ ബാലപാഠങ്ങൾ പഠിക്കുവാൻ ഇതൊന്നും വേണമെന്നില്ല. NSSും NCCയും ഒക്കെ പോലെയുള്ള സംഗതികൾ കോളേജുകളിൽ ഉള്ളപ്പോൾ എന്തിനാണ് നേതൃത്വ പരിശീലനത്തിന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ കളരി? റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റുഡൻറ് ഇഷ്യൂസ്. വിദ്യാർത്ഥികളുടെ നീറുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനും അതിന് പരിഹാരം കണ്ടെത്തുവാനും വിദ്യാർത്ഥി രാഷ്ട്രീയം അനിവാര്യമാണ്. ഇതാണ് കലാലയ രാഷ്ട്രീയത്തെ പിന്താങ്ങുന്നവരുടെ മറ്റൊരു വാദഗതി. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, ക്യാമ്പസുകളിലെ സൗകര്യങ്ങൾ, വിദ്യാർത്ഥികളുടെ ക്ഷേമം ഇതെല്ലാം അഡ്രസ്സ് ചെയ്യേണ്ടത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കടമയാണ് എന്നാണ് മറ്റൊരു ഭാഷ്യം. പ്രത്യക്ഷത്തിൽ ഇത് ശരിയാണ് എന്ന് തോന്നുമെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വാലുകളാകാതെ സ്വതന്ത്ര സ്റ്റുഡൻറ് അസോസിയേഷനുകൾ കോളേജുകളിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നോക്കൂ, കേരളത്തിൽ തന്നെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ചില വിദ്യാർത്ഥി സംഘടനകൾ ഗവർണർക്കെതിരെ നടത്തുന്ന സമരം നമ്മൾ കാണുന്നതല്ലേ. സർവകലാശാലകളിൽ ഏത് വൈസ് ചാൻസലർ വന്നാൽ വിദ്യാർത്ഥികൾക്ക് എന്താണ്? അവരുടെ ജോലി പഠനമല്ലേ. പൊളിറ്റിക്കൽ അവയർനെസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. വിദ്യാർത്ഥി രാഷ്ട്രീയം അവരുടെ പൊളിറ്റിക്കൽ അവയർനെസ് കൂട്ടുവാനും ക്യാമ്പസുകളുടെ പുറത്തേക്ക് നീളുന്ന വിധത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുവാനും കഴിയുന്നു. കുട്ടികളിൽ പൗരബോധവും ആക്ടിവിസവും വളർത്താൻ വിദ്യാർത്ഥി രാഷ്ട്രീയം സഹായിക്കുന്നു. ഇതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ പറയുന്ന മറ്റൊരു കാര്യം. എൻ്റെ എളിയ അഭിപ്രായത്തിൽ പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടാക്കാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു അത്യാവശ്യ സംഗതിയല്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാത്ത ഒരു വലിയ വിഭാഗത്തിനും പൊളിറ്റിക്കൽ അവയർനെസ് ഇന്നുണ്ട്. കുട്ടികളിൽ പൗരബോധം സൃഷ്ടിക്കുവാൻ കരിക്കുലത്തിൽ വ്യക്തമായ പാഠ്യപദ്ധതികൾ കൊണ്ടുവന്നാൽ അതുമാത്രം മതിയാകും ഈ ഒരു കാര്യവും തീരുമാനമാക്കുവാൻ. ഡൈവേഴ്സിറ്റി ഓഫ് പേഴ്സ്പെക്റ്റീവ്സ്. വിദ്യാർത്ഥി രാഷ്ട്രീയം വീക്ഷണങ്ങളിലും പ്രത്യയശാസ്ത്രത്തിലും വൈവിധ്യം ഉണ്ടാക്കുന്നു. ആരോഗ്യപരമായ ചർച്ചകൾക്കും ഡിബേറ്റുകൾക്കും വഴിവെക്കുന്ന ക്രിട്ടിക്കൽ തിങ്കിങ്ങും സഹിഷ്ണുതയും വളർത്തുന്നു എന്നതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളുടെ മറ്റൊരു വാദം. മേൽപ്പറഞ്ഞ എന്തെങ്കിലും ആരോഗ്യപരമായ ചർച്ചയോ ഡിബേറ്റോ കേരളത്തിൽ ഏതെങ്കിലും കോളേജിൽ നടക്കുന്നുണ്ടോ? SFI പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ തേർവാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്? യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിയാൽ ഇന്ത്യയിൽ ഒന്നാമതായി നമുക്ക് കാണുവാൻ പറ്റും വയലൻസ് ആൻഡ് ഡിസ്റപ്ഷൻ. ഇന്ത്യയിൽ സ്റ്റുഡൻറ് പൊളിറ്റിക്സിൽ കൂടുതലും വയലൻസും ഫാക്ഷണലിസവും പ്രോത്സാഹിപ്പിക്കുന്നവയാണ്. അത് അക്കാഡമിക് ആക്ടിവിറ്റീസിനെ തകിടം മറിക്കുന്നുണ്ട്. വ്യത്യസ്ത വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷം
ക്യാമ്പസുകളിലെ പതിവ് കാഴ്ചയാണ്. വിദ്യാർത്ഥികളുടെയും ഫാക്കൽറ്റിയുടെയും സുരക്ഷയെ തന്നെ ഇത് ബാധിക്കാറുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം മിസ്യൂസ് ഓഫ് റിസോഴ്സസ് ആണ്. വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ സംഘടനകൾ ചിലരെങ്കിലും കോളേജുകൾക്കും യൂണിവേഴ്സിറ്റിക്കും അക്കാദമിക് ആവശ്യങ്ങൾക്കായി ലഭിക്കുന്ന ഫണ്ട് തിരിമറി നടത്തുന്നുണ്ട്. ഫലത്തിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ തന്നെ അത് തടസ്സപ്പെടുത്തുന്നു. ഇൻ്റർഫറൻസ് ഇൻ അക്കാഡമിക് അഫയേഴ്സ്, അക്കാഡമിക് കാര്യങ്ങളിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ അനാവശ്യമായ ഇടപെടലുകൾ നമ്മളിപ്പോൾ സ്ഥിരമായും കാണുന്നുണ്ട്. ഫാക്കൽറ്റി നിയമനം, സിലബസ് പരിഷ്കരണം, ഇതിലെല്ലാം രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലാക്കാക്കിക്കൊണ്ട് ഇടപെടുന്നുണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ. ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പൂർണ്ണമായും തകർക്കുന്നു എന്നതാണ് സത്യം. മറ്റൊരു കാര്യം പോളറൈസേഷൻ ആൻഡ് ഡിവൈസീവ്നെസ് ആണ്. സാമൂഹിക രാഷ്ട്രീയ വിഭജനങ്ങൾക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയം വഴിവെക്കാറുണ്ട്. ഇത് സൃഷ്ടിപരമായ സംവാദത്തിനും സഹകരണത്തിനും വഴിവെക്കുന്നതിന് പകരം ഐഡൻറ്റിറ്റി ബേസ്ഡ് പൊളിറ്റിക്സിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് അസഹിഷ്ണുതയും ശത്രുതയും ക്യാമ്പസുകളിൽ വളർത്താൻ മാത്രമേ സഹായിക്കാറുള്ളൂ. ലോകത്തൊരിടത്തും ഇന്ത്യയിൽ കാണുന്നത് പോലെ ക്യാമ്പസ് രാഷ്ട്രീയം കാണുവാൻ കഴിയുകയില്ല. അമേരിക്കയും യുണൈറ്റഡ് കിങ്ഡവും ഒക്കെ നമ്മുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമായ വിദ്യാർത്ഥി രാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. കലാലയങ്ങളെ കൊലക്കളമാക്കുന്ന ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം നമുക്ക് വേണ്ട എന്ന് നിങ്ങളും ഞാനും ഉറച്ച ശബ്ദത്തിൽ പറയേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. കലാലയ രാഷ്ട്രീയം നിരോധിക്കണം. ഇതിലേക്ക് ശക്തമായ നിയമനിർമ്മാണം കൊണ്ടുവരണം. പക്ഷേ പൂച്ചയ്ക്ക് ആര് പണി കിട്ടും? ബഹുമാനപ്പെട്ട നീതിപീഠങ്ങളെങ്കിലും ഇത് കേൾക്കുമോ? ഇനി എനിക്ക് പറയുവാനുള്ളത് കുട്ടികളെ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും വിടുന്ന മാതാപിതാക്കളോടാണ്. നിങ്ങളുടെ മക്കളുടെ ഭാവി അത് ശോഭനമാകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കോളേജിൽ പോയാൽ അവരെന്ത് ചെയ്യുന്നു, എന്തെടുക്കുന്നു എന്ന് അന്വേഷിക്കുവാൻ ഓരോരുത്തരും തയ്യാറാകണം. കലാലയ രാഷ്ട്രീയത്തിൻ്റെ ചിലന്തി വലയ്ക്കുള്ളിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നിൽ അവർ അകപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാനും തയ്യാറാകണം. ഇല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും മാത്രമായിരിക്കും. ഒരു 4 ദിവസം അല്ലെങ്കിൽ കൂടിയാൽ ഒരാഴ്ച, അത് കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷയം മറന്നുപോകും. പുതിയ ഒരു വിഷയം കിട്ടുമ്പോൾ മീഡിയ അതിൻ്റെ പിറകെ പോകും. പോരാത്തതിന് തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. നമുക്കാണെങ്കിൽ മറവി വളരെ കൂടുതലുമാണ്. അത് അവർക്ക് അറിയുകയും ചെയ്യാം. ആ മറവിയെ മുതലെടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും വോട്ടും ചോദിച്ച് അവർ വരും. ചൂണ്ടുവിരലിൽ മഷി ഉരുളുന്ന ആ ഒരു ദിവസം മാത്രമാണ് നമ്മൾ രാജാക്കന്മാർ എന്ന് ഓർത്താൽ നന്ന്. ഒന്നിനും കൊള്ളാത്ത പ്രതികരണശേഷിയില്ലാത്ത ഒരു സമൂഹമായി കേരള സമൂഹം മാറിക്കഴിഞ്ഞു. ഈ കേസും ഒരിടത്തും എത്താതെ തേഞ്ഞു മാഞ്ഞു പോകും. ഇപ്പോഴത്തെ ഈ ആരവവും ബഹളവും കഴിയുമ്പോൾ സിദ്ധാർത്ഥൻ്റെ അച്ഛനും അമ്മയും തനിച്ചാകും. ആത്യന്തികമായി നഷ്ടം അവർക്ക് മാത്രമല്ലേ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.